പ്രശസ്ത മനോരോഗ വിദഗ്ധനും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആദർശത്തിലൂന്നി ജീവിതം നയിച്ച ഡോക്ടറുമായ KS മോഹനൻ അന്തരിച്ചു. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനോടടക്കം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമെന്ന് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അഭിപ്രായപ്പെട്ടു. അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്ന ഡോക്ടർ ഇന്ന് പുലർച്ചെ വീട്ടിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത്. സാധാരണക്കാരന്റെ ആശ്രയവും പ്രതീക്ഷയുമായിരുന്ന പ്രശസ്ത മനോരോഗ വിദഗ്ധൻ ഡോക്ടർ KS മോഹനൻ വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോഴിക്കോട് തൊണ്ടയാടിലെ വീട്ടിൽ വെച്ച് ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. ഡോക്ടർ മോഹനന്റെ വിയോഗം വൈദ്യശാസ്ത്ര രംഗത്തിനും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. സഹോദരനായി ജീവിതത്തിലുടനീളം ഞാൻ കരുതുന്ന ഡോക്ടർ മോഹൻ്റെ വിയോഗം വൈദ്യശാസ്ത്ര രംഗത്തിനും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും ഒരു തീരാത്ത നഷ്ടമാണ്, നികത്താനാവാത്ത നഷ്ടമാണ്. സംഘപ്രസ്ഥാനങ്ങളോട് ഉള്ള പ്രതിബദ്ധത ഇത്രയധികം വ്യക്തമാക്കപ്പെട്ട ഒരാളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാമത് സംഘവും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റുള്ള പ്രൊഫഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെന്നാണ്. അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. തനിക്ക് മുന്നിലെത്തുന്ന നിർദ്ധരായ രോഗികൾക്ക് സൗജന്യ ചികിത്സയാണ് ഡോക്ടർ മോഹനൻ നൽകിയത്. വൈദ്യശാസ്ത്ര രംഗത്ത് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്തും ഡോക്ടർ തന്റെ സേവനം ഉറപ്പാക്കിയിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അതിക്രമങ്ങളിൽ കൊല്ലപ്പെട്ട സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ബലിദാനികളുടെ വിശദമായ ചരിത്ര പുസ്തകമായ RSS ഇൻ കേരള, ശാഖ ഓഫ് സ്ട്രഗിൾ തുടങ്ങിയ പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ് കൂടിയാണ് ഡോക്ടർ KS മോഹനൻ. സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വം നെഞ്ചിലേറ്റിയാളെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന അതേ സമയത്ത് തന്നെ നല്ലൊരു ചിന്തകനും ഗ്രന്ഥകാരനും കൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. RSS ഇൻ കേരള, സാഗ ഓഫ് സ്ട്രഗിൾ എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം, അത് കണ്ണൂരിൽ നടന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരുടെ ചരിത്രമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിലെ ഗവേഷകൻ നിരന്തരം പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി പുറത്തിറക്കിയ മറ്റൊരു പുസ്തകമാണ് മാപ്പിള ലഹളയെ സംബന്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റം വേദനയോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലും ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അക്രമങ്ങൾക്കിരയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന പ്രവർത്തകർക്ക് മുന്നിൽ ദേവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട ആളായിരുന്നു ഡോക്ടർ KS മോഹനൻ. RSS BJP പ്രവർത്തകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേര്. മോഹൻ ഡോക്ടർ നമ്മുടെ ഈ മലബാറിലെ സംഘപ്രവർത്തകരെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ആദരണീയനായ, സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മറ്റ് സ്വകാര്യ ആശുപത്രികളിലെല്ലാം അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്ര വിശാരദനായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായും നമ്മുടെ പരിവാർ പ്രസ്ഥാനങ്ങളുമായുള്ള നല്ല ബന്ധം സൂക്ഷിക്കുകയും അത്യാവശ്യവും നിർണായകവുമായ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ നിസ്തുലമായ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ചിറ്റാരിപ്പറമ്പിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഡോക്ടർ KS മോഹനന്റെ ഭൗതികദേഹത്തിൽ ഉത്തര കേരള പ്രാന്തകാര്യവാഹക് PP സുരേഷ് ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ജനം, കോഴിക്കോട്.